ഗൈസ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂടെ ഇന്നൊരു താറുണ്ട്. അപ്പോൾ നമ്മൾ റിവ്യൂ വീഡിയോ അങ്ങനത്തെ വീഡിയോസൊന്നും അല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തൊരു താറാണ്. അതിൻ്റെ ഓണറാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പുള്ളി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ താറ് പുതുതായിട്ട് എടുക്കാൻ നിൽക്കുന്നവരും അല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ്. താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഇവരുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരം. ഹായ്, പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജിതിൻ. ജിതിൻ എന്നാണ് പേര് വരുന്നത്. അപ്പം നമുക്കൊരു ഷോപ്പ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാവോ? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്തോ പറയുന്നത്, നമ്മൾ ഒരു കാറിൻ്റെയും ബൈക്കിൻ്റെയും എ ടു സി പരിപാടികളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ബൈക്കിന് നമ്മൾ മെക്കാനിക്കൽ വർക്ക് ഇൻക്ലൂഡിങ് എല്ലാം ചെയ്യുന്നുണ്ട്. ആക്സറീസ്, മോഡിഫിക്കേഷൻ, പെയിൻറ്റിങ്, അങ്ങനെയുള്ള ഹെൽമെറ്റ്സ്, ഗിയേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. കാസിന് നമ്മൾ മെക്കാനിക്കൽ വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം PPF കോട്ടിങ്, ഗ്രഫീൻ, ബോറോഫീൻ അങ്ങനെയുള്ള കോട്ടിങ്സ്, പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് ചെയ്യുന്നുണ്ട്. വിൻഡോ ടിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ ആക്സറീസ്, മോഡിഫിക്കേഷൻ, ഗ്രാഫിക്സ് വർക്ക്, അങ്ങനെ വേണ്ട നമ്മൾ മെക്കാനിക്കൽ വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഈവൻ അപ്പോൾസറി വർക്ക് ഉൾപ്പെടെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത്. നമ്മൾ വേറെ ഔട്ട്സോഴ്സ് ഒന്നും ചെയ്ത് വേറെ ഷോപ്പുകളിൽ കൊടുത്തൊന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ എംപ്ലോയീസ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത്. അത് കസ്റ്റമേഴ്സിന് വന്നാൽ കാണുകയും ചെയ്യും. ഇപ്പം ബ്രോ തന്നെ വന്നപ്പോൾ ഇവിടെ പാരലി വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഈ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പോഴാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇത് കണ്ടത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അഡ്രസ്സ്, പേര്, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ കല്ലിന്താഴം കൊല്ലം. നമ്മുടെ റെനോൾട്ട് കാർ ഷോറൂമിന്റെ തൊട്ട് സൈഡിലായിട്ട് വരും. നമ്മുടെ ഷോപ്പിന്റെ പേര് ഒരു എക്സ്പ്രോടെക് എന്നാണ്. എക്സ്പ്രോടെക് ഡീറ്റെയിലിംഗ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം. എനിക്കൊന്നും അത്യാവശ്യം താറാണെന്ന് തോന്നില്ല. നമ്മള് താർ റോക്സ് ഇപ്പം കൂടുതലെന്നല്ല, നമ്മൾ കൂടുതലും ഇപ്പം ഒരു വീക്ക്ലി എങ്ങനെ ഒരു 7-8 വണ്ടികൾ നമുക്ക് വർക്കിന് കാണും. അപ്പം കുറച്ച് അതെന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക് ആയിട്ട് താർ റോക്സ് എടുക്കുന്ന കസ്റ്റമേഴ്സ് അവർക്ക് ആക്സറീസ് മാത്രമല്ല. അപ്പം ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആക്സറീസ് ചെയ്യണമെന്നുണ്ടാവും, കുറച്ച് പെയിന്റിങ് വർക്ക് കാണും, അതേപോലെ തന്നെ കുറച്ച് ഇന്റീരിയർ അപ്പോൾസറി വർക്കുകൾ കാണും. അങ്ങനെ എല്ലാ വർക്കും മിക്സ് ചെയ്താണ് അവർ വരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു വൺ സ്റ്റോപ്പ് ഷോപ്പാണ്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് കണ്ട് നിന്ന് ചെയ്തിട്ട് പോവാം. അതുകൊണ്ടാണ് നമുക്ക് റോക്സ് കുറച്ചുകൂടെ ഇപ്പം കൈൻഡ് ഓഫ് കൂടുതൽ വരുന്നത്. കാരണം ഈ കസ്റ്റമർ എന്നാലും ഇപ്പം ഒരു കസ്റ്റമർ വന്നാൽ അയാൾക്ക് PPF ചെയ്യാൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ കുറച്ച് ആക്സറീസ് കാണും, ചിലപ്പം ഈ ഇങ്ങനെയുള്ള ക്ലാഡിങ്സ് ഒക്കെ പെയിന്റ് ചെയ്യും. അപ്പം ഇതെല്ലാം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗോയിൽ നമ്മൾ ഇവിടെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്ത് തീർക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ റോക്സ് കുറച്ച് കൂടുതൽ. അപ്പം ഇത് നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ? ഇത് ഇത് സ്വന്തം വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ വന്നാൽ കാണിക്കാം ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് മാക്സിമം ചെയ്തു. അപ്പോൾ എമൗണ്ട് പറഞ്ഞില്ലല്ലോ, ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോന്നിലേക്ക് നമുക്കൊന്ന് പോയാലോ? അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നമ്മളിപ്പം ഇതിനകത്ത് ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മളിവിടെ കൂടുതലും ഇപ്പോൾ റോക്സ് കസ്റ്റമേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രോമാൻ, സ്റ്റെല്ലാർ അങ്ങനെയുള്ള ബ്രാൻഡ്സിലോട്ടാണ് പോവാറ്. അപ്പോൾ നമ്മളിത് ബുൾഹോൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, നല്ല ബ്രാൻഡാണ്. ഇവർക്ക് ഒരുപാട് വർഷത്തെ ലെഗസി ഉള്ള ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ഹീമാൻ 4 എന്ന് പറയുന്ന ബമ്പേഴ്സ് ആഡ് ചെയ്തേക്കുന്നത് ഭയങ്കര റെയറാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ബമ്പർ കാണുന്നതെന്ന് തന്നെ പറയാറുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബമ്പറാണ്. ദെൻ അതിനകത്ത് നമ്മൾ ഒരു 2 ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്ലോട്ട് വരുന്നത് 2 റൗണ്ട് ഫോഗിനാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയറും ഒരു റൗണ്ടുമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രൈ കളറാണ്. ഇതിനകത്ത് 3 കളർ വരും, യെല്ലോ, വാം, മഞ്ഞ. അതേപോലെ തന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വൈറ്റ് മാത്രം വരും. അപ്പോൾ അതാണ് ഫോഗിൽ കണക്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഏകദേശം എന്തോ കോസ്റ്റ് വരും? ഇത് ഓൾമോസ്റ്റ് ഒരു 40-45K റേഞ്ച് വരുന്നതാണ്. ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് എക്സ്ട്രാ ഐ തിങ്ക് അറൗണ്ട് ഒരു 7,000 വരുന്നുണ്ട്. ഇത് വരുമ്പോൾ അറൗണ്ട് ഒരു 7,500 ആ റേഞ്ച്. അത്രയാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് നമ്മൾ ഈ ഒരു ഡിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ. അപ്പം പിന്നെ നമ്മൾ മേജർലി എനിക്ക് ഈ വണ്ടി ചെയ്യുന്ന സമയത്ത് ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എല്ലാവരും റോക്സിൽ ചെയ്യുന്ന ഒന്നും ഇതിൽ ചെയ്യല് എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു. അപ്പം കാണുമ്പോൾ എല്ലാം ഒരു യൂണിക് ആയിരിക്കും ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ തന്നെ എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഓൾറെഡി റോക്സിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി പാടായിരുന്നു. കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ റുബിക്കോൺ 2025 ഗ്രില്ലാണ്. അപ്പോൾ നോർമലി ഈ ഗ്രില്ല് ഗ്രേ ആ വരുന്നത്, ഈ ഒരു പോർഷൻ ഗ്രേ ആ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ ഇളക്കി എടുത്തിട്ട് നമ്മൾ ഫോഴ്സ്ഡ് കാർബണിൽ ഡിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്പിംഗ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ സ്റ്റോറിൽ തന്നെ വർക്ക് ഉണ്ട്. ഇവിടെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ കവറിലും ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഫോഴ്സ്ഡ് കാർബണാണ് ഈ ഡിപ്പിംഗ് എലമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് ഡിപ്പിങ്ങിന്. പിന്നെ നമ്മൾ ഇത് ഗ്രില്ല് നമ്മൾ ചെയ്തതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അടുത്ത നമ്മൾ ഹുഡ്. അതെ, ഹുഡ് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കൂടുതലും എല്ലാവർക്കും വെച്ച് കൊടുക്കാറ് ഇതിന്റെ മുകളിൽ കൂടെ ഒട്ടിക്കുന്ന ടൈപ്പ് ഒരു ഹുഡ് ഉണ്ട്.
ഹുഡ് കവർ എന്ന് പറയും. അപ്പൊ ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർ ഈ ഹുഡിനെ മൊത്തത്തിൽ അങ്ങ് മാറിയേക്കുക. ഇത് കംപ്ലീറ്റ്ലി ഒരു പുതിയ ഹുഡാണ്. അപ്പൊ ഇത് ഫുൾ മെറ്റൽ, നമ്മുടെ ആ ഒരു OEM ക്വാളിറ്റിയിൽ വരുന്ന വിത്ത് സ്കൂപ്പ് വരുന്ന ഒരു ഹുഡാണ്. അപ്പം അതിനെ നമ്മൾ പെയിന്റ് ചെയ്ത് അതിന്റെ മുകളിൽ നമ്മളൊരു കസ്റ്റം ഗ്രാഫിക്സ് കൊടുത്തേക്കുക. അപ്പൊ ഈ ഗ്രാഫിക്സ് നമ്മളൊരു തെയ്യം തീമാണ് കോൺസെപ്റ്റ് ഇട്ടത്. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് സൈഡിലും കാര്യങ്ങളിലും എല്ലാം കാണാം. ഇതിപ്പോ നമ്മൾ ഇത്രയും ഡിപ്പ് ചെയ്ത് ഇതേപോലെ കസ്റ്റമർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കോസ്റ്റ്? ഡിപ്പിംഗ് കോസ്റ്റ് ബ്രോ എത്ര പാനൽസ് ഉണ്ടെന്ന് അനുസരിച്ച് വരും. അപ്പം ഇതിപ്പം ഈ ഒരു ഗ്രില്ലിലെ എല്ലാ ഡിപ്പിംഗ് എലമെന്റ്സ് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഐ തിങ്ക് അറൌണ്ട് ഒരു 4,000-4,500 റേഞ്ചിൽ ഡിപ്പിംഗ് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഹുഡ് നമുക്ക് ഇങ്ങനെ ഇതേ രീതിയിൽ കസ്റ്റമർ ഫുഡ് വരുമ്പോഴത്തേക്ക് ഇൻക്ലൂഡിംഗ് ഇത് പ്രൈമറിലാണ് വരുന്നത്, ഇൻക്ലൂഡിംഗ് പെയിന്റിംഗ് അറൌണ്ട് 50K ആവും. 50K ആവും ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ലൈറ്റ്സ് വെച്ചേക്കുന്നത് കാണാം. 2 ലൈറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ടോപ്പിലായിട്ട് വരുന്നുണ്ട് ലൈറ്റുകൾ. അപ്പം ഇതിനകത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ ആക്ച്വലി നമ്മൾ പ്രോമാന്റെയും ബിംബ്ര ബ്രാൻഡേക്ക് ഇങ്ങനെ വരുന്ന ഒരു മൗണ്ട് എപ്പോഴും ചെയ്യാറ്. അപ്പൊ ഇവിടെ ഒരുപാട് വണ്ടികൾ ബ്രോ ഇപ്പം കണ്ടു, അതാണ് നോർമൽ മൗണ്ട്. അപ്പൊ ഇതും ഞാൻ ഇങ്ങനെ തിരക്കി പിടിച്ച് ബുൾഹോൺ ബ്രാൻഡിന്റെ ആണ്. ഇതൊരു ഒരു വെറൈറ്റി ലുക്ക് ഉള്ള ഒരു ബോണറ്റ് മൗണ്ട് ആണ്. അപ്പൊ ഇതിനകത്ത് തന്നെ 2 ലെവലിൽ നമുക്ക് ഫോഗ് വെക്കാം. അപ്പം ഇത് നമ്മൾ 2 HJG ബ്രാൻഡ്, ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ 2 ബ്രാൻഡ് ഫോഗാണ്. ഫോഗ് പിന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ ഈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താറ് 3 ഡോറിന് വേണ്ടി വരുന്ന ലൈക്ക് നമ്മളെ ഈ ഫ്രണ്ട് ഗ്ലാസ് ഇതാണ്. ഇതിനെ നമ്മൾ റോക്സിന് വേണ്ടിയിട്ട് കസ്റ്റം ചെയ്ത് നമ്മൾ കസ്റ്റം മൗണ്ടിങ് എല്ലാം വെച്ചിട്ട് ചെയ്ത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേറെ റോക്സിൽ കാണാൻ പറ്റത്തില്ല, കാരണം ഇത് റോക്സിന് ഇറങ്ങിയിട്ടില്ല. അപ്പം ഈ ഒരു ലൈറ്റിന്റെ കോസ്റ്റ് വിട്ടാൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പം അറൌണ്ട് ഇത് വരുമ്പോൾ 12K വരുന്നുണ്ട്. ഇത് വരുമ്പോൾ അറൌണ്ട് 4,500. ഈ പറയുന്ന റേറ്റ്സ് ഒക്കെ ഇൻക്ലൂഡിംഗ് ഫിറ്റിംഗ് ആണ്. കടയിൽ വേറെ എക്സ്ട്രാ ഫിറ്റിംഗ് ചാർജ് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു പീസ് എങ്ങനെ റേറ്റ് വരുന്നുണ്ട്? ഇത് വരുമ്പോൾ അറൌണ്ട് 6,500 റേഞ്ച് വരുന്നുണ്ട് ഈ ക്ലാമ്പ് മാത്രം. പിന്നെ ഇത് ഈ പീസ് നമുക്ക് ഐ തിങ്ക് അറൌണ്ട് 5,000-6,000 ഇതിന്റെ റേറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് എക്സ്ട്രാ ക്ലാമ്പിംഗ് എല്ലാം ചെയ്തു, എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ ഒരു 10 രൂപയ്ക്ക് അകത്താവും എന്തായാലും. ഇനി മെയിൻ ആയിട്ടൊരു സാധനമാണ് നമുക്ക് കാണിക്കാനുള്ളത്, അലോയ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കോസ്റ്റ് വന്നേക്കുന്നത് അലോയ്ക്കാണ്. അപ്പൊ ഇത് മഡോൺ ബ്രാൻഡിന്റെ വീൽസ് ആണ്, 20 ഇഞ്ച് വീൽസ് ആ വരുന്നത്. അപ്പൊ ഇതിന്റെ ബ്രാൻഡിന്റെ ഇത് പേരെന്ന് പറഞ്ഞാൽ സ്പിത്തി എന്നാ, മഡോൺ സ്പിത്തി എന്നാ ഈ അലോയുടെ പേര്. അപ്പം ഇതിന് ഇവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ലൈക്ക് ഹൈ ക്വാളിറ്റി ക്രോമാ വരുന്നത്. അപ്പൊ ഇതിന് ലൈഫ് ടൈം വാറന്റി ആയി, അതായത് ഈ ക്രോമിന് ലൈഫ് ടൈം വാറന്റി. സ്ക്രാച്ചസ് അല്ല, അതായത് മെറ്റീരിയൽ ഇഷ്യൂസിന്, അതായത് ഫെയ്ഡ് ആവുക, അങ്ങനെ എന്തുണ്ടെങ്കിലും റീപ്ലേസ്മെന്റ്. അപ്പൊ ഇത് ആക്ച്വലി അറൌണ്ട് ഒരു 1.7 lakhs വീൽസിന് മാത്രം വന്നിട്ടുണ്ട്. അതായത് 5 വീൽസിന് ഒരു അറൌണ്ട് ഒരു 1.7 lakhs വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മാക്സിന്റെ റേസർ ഓൾ ടെറൈൻ ടയേഴ്സ് ഇട്ടേക്കുന്നത്. ഇത് ഞാൻ നോക്കിയത് കുറച്ചുകൂടെ റിവ്യൂ നോക്കിയപ്പോഴത്തേക്ക് ഇതിന് കുറച്ചുകൂടെ എന്തോ പറയുന്നത് റോഡ് നോയ്സും കുറച്ചൊക്കെ കുറവാണ്. ഈ ഓൾ ടെറൈൻ ടയേഴ്സ് വരുമ്പോൾ വണ്ടിക്ക് ഒരു കുതിപ്പ് വരും ഭയങ്കരമായിട്ട്. അപ്പൊ അത് മാറാൻ വേണ്ടി അപ്പൊ ഇത് അറൌണ്ട് പെർ ടയർ അറൌണ്ട് 19,000 ആയിട്ടുണ്ട്. അകത്ത് അതും ആയിട്ടുണ്ട്. 3 lakh അടുപ്പിച്ച് സസ്പെൻഷൻ നമ്മൾ ടഫ് ഡോഗിന്റെ സസ്പെൻഷൻ ഇട്ടേക്കുന്നത്. ഐ തിങ്ക് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്ത റോക്സ് ഭയങ്കര റെയർ ആണ്, കുറവ് വണ്ടികളേ ഉള്ളൂ. അപ്പം എനിക്കെന്ന് പറഞ്ഞാലേ ഞാൻ ഈ വണ്ടി എടുത്തപ്പോഴത്തേക്ക് എൻ്റെ സ്പെയർ വെഹിക്കിൾ കോമ്പസ് ആണ്, ജീപ്പ് കോമ്പസ്. അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഭയങ്കര ഹാൻഡ്ലിംഗ് ആണ്, നല്ല സ്റ്റേബിൾ ആ വണ്ടി. അപ്പൊ എനിക്ക് റോക്സ് എടുത്തപ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു കുലുക്കവും മൊത്തം ഒരു ബോഡി റോളൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഞാനൊരു ഇതിന് മുന്നേ ടഫ് ഡോഗിന്റെ കമ്പനി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഇതേപോലെ നല്ല ഇതാണ് ഫീഡ്ബാക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഇട്ടേ. പക്ഷെ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡി ടഫ് ഡോഗിന്റെ സസ്പെൻഷൻ. കാരണം വണ്ടിയുടെ ബോഡി റോൾ ആവട്ടെ, സ്റ്റെബിലിറ്റി ആവട്ടെ, എല്ലാം നല്ല ഇതായിട്ട് ബോഡി റോൾ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്, നല്ല സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഈ റോക്സ് ഗട്ടറിലൊക്കെ വീഴുമ്പോഴത്തേക്ക് എടുത്തടിക്കുന്ന പോലെ ഒരു ചാട്ടം വരും, അതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് 8 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഡാമ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം മിനിമൽ ഒരു 4 ഇട്ടേക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇത് കുറയ്ക്കാൻ കൂട്ടാം. ഹൈറ്റ് അല്ല ബ്രോ, ഡാമ്പിംഗ് കൂട്ടാൻ പറ്റും. അതായത് ഇതിന്റെ പ്ലേ വരുന്നത് ഹൈറ്റ് ഇല്ല, ഇത് അറൌണ്ട് ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് ആണ് നമുക്ക് വരുന്നത്. ഇതിപ്പോ നോർമൽ വണ്ടിയേക്കാൾ ഒരു 2 ഇഞ്ച് കുറച്ച് ഹൈറ്റ് തോന്നുന്നുണ്ട് നോർമൽ വണ്ടി, അത്രയാണ് നമ്മൾ അവിടെ ചെയ്തത്. അതെ, അപ്പൊ അത് സസ്പെൻഷൻ അറൌണ്ട് 1,75,000 രൂപ അതിന് തന്നെ നമുക്ക് അത്രയും കോസ്റ്റ് വരുന്നുണ്ട്. ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എന്റെ വീട്ടിലുള്ള പലരും ഇതിന്റെ റേറ്റുകളൊക്കെ അറിയാൻ പോകുന്നത്. പിന്നെ എനിക്ക് മിററിൽ എന്തോ ചെറിയൊരു ഇത് എനിക്ക് പിന്നെ ഇതിനകത്ത് വേറൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് വണ്ടിയിൽ മഹീന്ദ്ര താറ് അങ്ങനെയുള്ള എഴുത്തൊന്നും വേണ്ട. അപ്പൊ നമ്മളെ മിററിൽ ഇവിടെ ഒരു താറെന്നൊരു റൈറ്റ്, അത് മറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിറർ കവർ ആയത്. ഇത് ആക്ച്വലി ഇങ്ങനെ കവർ പോലെ എടുത്ത് ഇടുന്നതാണ്, മിറർ കവർ. അറൌണ്ട് ഒരു 3,500 ഇവിടെ ഒരു മാക്ക ലൈറ്റ് വരുന്നുണ്ട്. ഇതിപ്പോ കണക്ഷൻ കൊടുത്തിട്ടില്ല, അതിന് കൊടുക്കണം. ഇതിപ്പോ നമ്മൾ ആക്ച്വലി നമുക്കൊരു റോക്സ് ഓണേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിന് പോകുന്നതിന് മുന്നേ ഫുള്ള് ലോഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 days കൊണ്ട് തീർത്ത വർക്ക് ആയത് ഫുള്ള് എൻറ്റയർലി. പിന്നെ നമ്മള് ഈ ഒരു സ്റ്റെപ്പ്
ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അത് നമ്മൾ വണ്ടിയുടെ ഹൈറ്റ് കൂടുന്നതുകൊണ്ട് ഇത്തിരി പ്രായമുള്ളവർക്കെല്ലാം കയറാനുണ്ടെങ്കിലും ഇത്തിരി കൂടെ താന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ് വെച്ചേക്കുന്നത്. ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ് അറൗണ്ട് ഒരു 55-58 അവർ. പിന്നെ ഈ ഒരു ഹിഞ്ച് ഇതെല്ലാം ഇതും ഞാൻ നമ്മൾ ഹിഞ്ച് ആദ്യം വെക്കേണ്ടെന്ന് വിചാരിച്ചത്, കാരണം ഹിഞ്ചസ് എല്ലാവരും കോമൺ ആയിട്ട് വെക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ORM എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഹിഞ്ചാണ്. ഭയങ്കര ഹൈ ക്വാളിറ്റിയാ. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ ചാൻസ് കുറവാണ്, ഇത് ഭയങ്കര റെയറാ. ഞാൻ അങ്ങനെ പേഴ്സണലി അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇതും അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. ഐ തിങ്ക് അറൗണ്ട് ഒരു 18K വരുന്നുണ്ട് ഒരു പെയറിന്. 18K അടുപ്പിച്ച് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടോപ്പിലായിട്ട് കുറച്ച് ബോക്സസും കാരിയറും എല്ലാം കുറച്ച് യൂണിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ആക്ച്വലി ഇപ്പൊ ഇത് കൈൻഡ് ഓഫ് ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ്, പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു യൂട്ടിലിറ്റി വെഹിക്കിൾ ആക്കണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. അപ്പോൾ ഒരു ചെറിയൊരു ക്യാമ്പിംഗ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗം വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ കറന്റ് ഞാൻ ഇതിനകത്ത് നമ്മുടെ ഡൈക്കോ ബ്രാൻഡിന്റെ 2 ബോക്സ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഇതിപ്പം ഷോ പർപ്പസിൽ വെച്ചേക്കുവാണ്. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബോക്സിൽ നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ സൈഡിൽ ഒരു പൈപ്പിംഗ് ഉണ്ട്, നമുക്ക് അതിൽ കൂടെ വെള്ളം എടുക്കാനും പറ്റും. അപ്പം ഇതിനകത്ത് നമ്മൾ കറന്റ് ഒരു വാട്ടർ സ്റ്റോറിംഗ് പ്ലാൻ ഉണ്ട്. പ്ലസ് അപ്പോൾ എനിക്കിപ്പം നമുക്കൊരു പമ്പ് ചെയ്യേണ്ടി വരും, അതായത് ഒരു വാട്ടർ പമ്പ് ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് വെള്ളം ഉപയോഗത്തിന് എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഇത് ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടി കഴുകാൻ വെള്ളം യൂസ് ചെയ്യാം, വേണമെങ്കിൽ ഇപ്പൊ കുളിക്കാനോ അങ്ങനെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും കഴുകാനെല്ലാം ഉപയോഗിക്കാം. അപ്പൊ അതിന് ചെയ്യണം. അപ്പൊ അതിന് ഓൺ പ്രോസസ് ആണ്. അപ്പുറത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ ചെയർസ് കാര്യങ്ങൾ ക്യാമ്പിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്ത് അങ്ങ് കേട്ടാന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിക്കുന്നത്, റേറ്റ് എന്ത് വരുന്നുണ്ട്? അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. ഇത് ആക്ച്വലി പ്രോമാന്റെ കാരിയർ സിസ്റ്റം ആണ്. അപ്പൊ ഇത് സൺറൂഫ് ഉള്ള വണ്ടിക്ക് ഈ കാരിയർ പ്രശ്നം വരത്തില്ല, നമുക്ക് റെയിൽസ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ നമുക്ക് കാരിയർ ഓപ്ഷൻസ് ആക്ച്വലി നമ്മുടെ സ്റ്റോറിൽ ഒരു 5-6 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് പ്രോമാൻ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അപ്പൊ ഇത് വരുമ്പോൾ അറൗണ്ട് 41,500 വരുന്നുണ്ട് ഈ കാരിയറിന്. ബോക്സ് ഐ തിങ്ക് ഒരു ബോക്സ് അറൗണ്ട് 30-31 രൂപ ഒരു ബോക്സ്. പിന്നെ സാധാരണ താറല്ല ഇവിടെ ഒരു ബോക്സിൽ വണ്ടിയിലൊക്കെ അതാ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജെറിക്കാൻ മൗണ്ട് ചെയ്തേക്കുന്നത് ബിംബ്ര ബ്രാൻഡിന്റെ ഒരു മോൾ പാനൽ, അത് അറൗണ്ട് ഒരു 6,000 വരുന്നുണ്ട്. പിന്നെ ഈ പാനൽ അപ്പൊ അതിനകത്താണ് നമ്മൾ ജെറിക്കാൻ മൗണ്ട് ചെയ്തേക്കുന്നത്. ഐ തിങ്ക് ജെറിക്കാൻ മൗണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു 6 രൂപ 7 രൂപ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡീസൽ സ്റ്റോർ ചെയ്യാം, ഇളക്കി എടുക്കാനും പറ്റും. നമ്മൾ പുറകിലേക്ക് നോക്കിയാൽ നമ്മൾ അത്യാവശ്യം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ബമ്പർ മാറ്റി, അതേപോലെ ഈ ഒരു അത് നമ്മളെ ബമ്പറിന്റെ കൂടെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്തും യൂഷ്വലി എല്ലാ കസ്റ്റമേഴ്സും പ്രോമാൻ ബമ്പേഴ്സ് ആഡ് ചെയ്യാറ്. അപ്പൊ ഞാൻ അതും ഒരു ബുൾഹോൺ ബ്രാൻഡിന്റെ, എനിക്ക് കുറച്ചുകൂടി ഇതിന്റെ ഡിസൈൻ ഇതാണ് ഇഷ്ടപ്പെട്ടത്, കാരണം കുറച്ചുകൂടി ഇതൊരു OE ലുക്കുള്ള ഒരു ഡിസൈനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ബുൾഹോൺ ബ്രാൻഡിന്റെ തന്നെ ബമ്പറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫുൾ മെറ്റൽ ബമ്പറാണ്. അതിന്റെ കൂടെ നമ്മളിപ്പോൾ യൂഷ്വലി ഇത്രയും വലിയ വീലും ടയറും കയറ്റുമ്പോഴത്തേക്ക് ഈ പിടുത്തം വരുന്നത് ഈ നമ്മളെ ഡിക്കിയുടെ ഇതിലാണ്. അപ്പം ഇതിന്റെ ഹിഞ്ച് കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇത് കുലുങ്ങുമ്പോൾ ടക്ക് 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 എന്നൊരു സൗണ്ടും വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ബമ്പറിന്റെ കൂടെ തന്നെ ഈ ഒരു ഹാങ്ങർ വരും. അപ്പൊ ഇതിനകത്താണ് നമ്മളെ വീലും ടയർ ഇപ്പൊ മൗണ്ട് ആയിരിക്കുന്നത്. അപ്പൊ ഇനി ഹിഞ്ചസിലോട്ട് പിടുത്തം പോകത്തില്ല. അപ്പം ഇത് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും അത് ഇവിടെ ഒരു മെക്കാനിസം ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇത് ഓപ്പൺ ആയി വരത്തേ ഉള്ളൂ. ഇതുണ്ടോ ഈ ഒരു മെക്കാനിസത്തിൽ അതങ്ങ് ഓപ്പൺ ആയി വരത്തേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ചുകൂടെ ചവിട്ടി കയറാനെങ്കിൽ മെറ്റല, മറ്റേത് നമ്മളൊരു പ്ലാസ്റ്റിക് അല്ലേ, അപ്പൊ അതിനകത്ത് സ്ക്രാച്ച് ആവും, ഇതേപോലെ പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ വരും. ബമ്പർ ഓൾമോസ്റ്റ് ഒരു 45K വരുന്നുണ്ട്. ടെയിൽ ലാമ്പ് നമ്മൾ മാറിയേക്കും, അത് അറൗണ്ട് ഒരു 8,800 ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് ബ്രോങ്കോ ടൈപ്പ് ടെയിൽ ലാമ്പ് എന്ന് പറയും. ഒരു സ്മോക്കി ബ്ലാക്ക് ഡിസൈൻ ആണ് ഞാൻ അതാണ് കയറ്റിയത്. നമ്മളൊരു വണ്ടി ഫുൾ ഒരു ബ്ലാക്ക് റെഡ് തീമാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കേണ്ടത്, നമ്മളിപ്പോ ഈ ഒരു തെയ്യത്തിന്റെ ഈ ഒരു തീമാണല്ലോ ഈ സൈഡിൽ ചെയ്തത്. ഇതിപ്പോ നമുക്ക് നോർമൽ ഇതേപോലെ ഒരു വണ്ടിയിൽ ഈ ഒരു ഇത് മാത്രം ചിലർക്ക് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്, സ്റ്റിക്കർ വർക്ക് അത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതും നമ്മൾ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ബ്രോ റേറ്റ് വരുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മളൊരു വണ്ടിയിൽ നമ്മളിപ്പോ ഒരു ബാക്ക് ഓട്ടോ പാനലും ഒരു ഡോറും ഈ 2 പാനലും കൂടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ഡിസൈനിങ് ചാർജ് വരും. അപ്പൊ ഇത് ആദ്യം നമ്മൾ സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്ത് കസ്റ്റമറിന് കാണിച്ചു കൊടുക്കും. അപ്പൊ അവരുടെ കൂടെ ഒരു ഇത് എടുത്തിട്ട് അവർക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യണോ അതെല്ലാം വരുത്തിയിട്ടാണ് നമ്മൾ ഇത് പ്രിന്റ് വിടുന്നത്. അപ്പൊ ഇത് ആക്ച്വലി നോക്കിയാൽ കാണാം, ഇത് ഭയങ്കര ക്വാളിറ്റി ആയി പ്രിന്റിന്, ഒരു ഡെപ്ത് കൂടുതലാണ്, ഒരു ഭയങ്കര ഒറിജിനാലിറ്റി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് പ്രിന്റിംഗ് അല്ല. നമ്മൾ ഇവിടെ ഒരു 80% ഷോപ്പുകളിലും പെട്ടെന്ന് വില കുറച്ച് ചെയ്യുന്നതിന് ഫ്ലെക്സ് പ്രിന്റ്. ഫ്ലെക്സ് പ്രിന്റിന് ക്വാളിറ്റി കാണത്തില്ല. ഇത് ആക്ച്വലി പ്രിന്റഡ് റാപ്പ് ആണ്. നമ്മൾ ഓട്ടോമോട്ടീവ് റാപ്പ് ഫിലിമിനകത്ത് ഇത് പ്രിന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പൂനെ ആ ഒരു സൈഡിൽ എന്തൊക്കെയാ പ്രിന്റ് വരുന്നത്, നമ്മുടെ നാട്ടിൽ ഇതിന്റെ പ്രിന്റ് ഇല്ല. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു 3 days പ്രിന്റ് വരും.
അപ്പൊ കസ്റ്റമർ രാവിലെ വണ്ടി കൊണ്ടുവന്നാൽ വൈകിട്ട് കൊണ്ടുപോകും. ഇത് ബിഹൈൻഡ് ദ സീൻസ് ആണ് പണി നടക്കുന്നത്. അതായത് ആദ്യം ഇത് ഡിസൈൻ ചെയ്യണം, പ്രിന്റ് വരണം. അപ്പൊ കസ്റ്റമർ വണ്ടി കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അഡ്വാൻസ് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് വർക്കിന് വേണ്ടി ഒരു ദിവസം വണ്ടി കൊണ്ടുവന്നാൽ മതി. ഇതിപ്പോ ചെയ്തതിന് എന്താ കോസ്റ്റ് വരും? ഇതേ രീതിയിൽ സെയിം. ഇതിപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഫുള്ള് ഫ്രണ്ട് ഹുഡ് അപ്പുറത്തെ സൈഡ് ഇത്രയും ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 38 രൂപയോളം. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഇപ്പം ബ്രോയ്ക്ക് ഇതിനകത്ത് സ്റ്റിക്കർ എവിടെയാണ് നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ അത് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രിന്റ് ഒട്ടിച്ചതിന് ശേഷം നമ്മളെ പെയിന്റ് ബൂത്തിൽ കൊണ്ടുപോയിട്ട് ഈ ബോഡി കളർ വെച്ച് ഈ സ്റ്റിക്കറിന്റെ മുകളിൽ മെർജ് ചെയ്തേക്കുക. അതായത് പെയിന്റ് ഗണ്ണിലെന്ന് ഇത് പറത്തി കൊടുത്തേക്കുക. അടുത്തേക്ക് ഒന്ന് കാണാം. ഇവിടുന്ന് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിന് എവിടെയാണ് എഡ്ജ് അറിയാൻ പറ്റത്തില്ല. എഡ്ജ് നമുക്ക് ഞാൻ നേരത്തെ നോക്കി, എഡ്ജ് അറിയാൻ പറ്റത്തില്ല. അത്രയും അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ക്ലിയർ കോട്ട് അടിച്ചേക്കും. അപ്പൊ ഇത് നമ്മൾ ക്ലിയർ കോട്ട് അടിച്ചേക്കുന്ന ഗ്ലാസ് ഉരുട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 7 year വാറന്റി പെയിന്റ് അത് വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഒരു വെളിയിൽ കിടക്കുകയാണെങ്കിൽ നോർമൽ റോക്സിനേക്കാൾ ഇതിനൊരു ഇത്തിരി തിളക്കം കൂടുതലായിരിക്കും. കാരണം ഈ ക്ലിയർ ക്വാളിറ്റി കൂടിയ ക്ലിയർ അടിച്ചേക്കുന്നത്. ഇന്റീരിയറിലൊക്കെ എന്തെങ്കിലും ഇന്റീരിയറിലൊന്നും ചെയ്തിട്ടില്ല. നമ്മളിവിടെ കറന്റ് ഇന്റീരിയർ വർക്ക് ഇത്തിരി ടൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്റീരിയറിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ആക്ച്വലി ഇതിനകത്ത് ഞാൻ നമ്മൾ യൂഷ്വലി നമ്മൾ ഇങ്ങനെ ഇവിടെ എല്ലാം സ്വിച്ചുകൾ വെക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിപ്പം വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു സ്വിച്ച് പാനലാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇതിനകത്ത് ഒട്ടിച്ച് വെക്കുക, അല്ലാതെ നമുക്ക് കയ്യിലെടുക്കാം. അപ്പോൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഓരോ ലൈറ്റ്സുകളായിട്ട് നമുക്ക് ഇതൊരു ലൈറ്റ്, ഇത് അടുത്ത ലൈറ്റ്, ഇത് അടുത്ത ലൈറ്റ്. അപ്പം ഇത് മുകളിൽ ആ ഒരു റെഡ്, അപ്പൊ അതാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഫ്ലിക്കർ ആക്കണമെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത് ഫ്ലിക്കർ ആവും. ഇത് കണ്ടോ, ഈ ലൈറ്റിനെ ഫ്ലിക്കർ ആക്കണമെങ്കിൽ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വേറെ വയറിങ്ങിനകത്തിട്ട് ഒരുപാടൊന്നും ചെയ്യണ്ട. ഇതൊരു ഇങ്ങനെ ഒരു കിറ്റായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മളിതാ ഇത് ഇവിടെ ഒരു സ്വിച്ച് പാനൽ വെച്ചിട്ടുണ്ട്. ഇത് ബിംബ്രയുടെ സ്വിച്ച് പാനലാണ്. അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു ചാർജിങ് ഇതിൻ്റെ ഫ്രണ്ടിൽ മൗണ്ട് ആവും. ഇവിടെ ഒരു പീസ് മാറിയിട്ട് ഈ പീസ് അങ്ങ് വരും. അപ്പോൾ നമ്മൾ വേറെ കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതും സ്വിച്ച് ഓൺ ആക്കുന്നതനുസരിച്ചിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ തുളച്ചിട്ട് സ്വിച്ച് വെക്കുന്ന പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ഇന്ത്യയിൽ ആക്ച്വലി നമ്മളൊരു ഫുൾ ഒരു കസ്റ്റം പ്ലാൻ ഉണ്ട് മൈൻഡിൽ. ഇതിപ്പം കറന്റ് നമുക്ക് ഇവിടെ വർക്ക് ഇത്തിരി ടൈറ്റ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കസ്റ്റമേഴ്സിന്റെ വണ്ടി ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ സൈഡിൽ ഒരു സംഭവമാണ് ഞാൻ കണ്ടിരുന്നത്, അതിനെ കുറിച്ച് നമ്മൾ വിട്ടുപോയത്. അത് നമ്മൾ ക്യാമ്പിംഗ് സെറ്റപ്പ് ഞാൻ പറയുന്നത് ഓണിംഗ് എന്ന് പറയും. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കിയിട്ട് ഇതിനെ ഫുൾ ഇങ്ങനെ ഒരു ടെന്റ് ആകും. അത് ഞാൻ ചോദിച്ചു, അതിനെന്താ കോസ്റ്റ് വരും? അത് ഐ തിങ്ക് അറൗണ്ട് ഒരു 17 ഞാൻ കോസ്റ്റ് വരുന്നത് വേറെ നമ്മൾ ഈ എല്ലായിടത്തും വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും ഇത് അറിയാൻ ആഗ്രഹം, വില എന്ത് വരും. പിന്നെ നൈറ്റ് ടൈം ആയിരുന്നു കാണാറുണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് ഒരു ലൈറ്റ് ഉണ്ട്. ചെറുതായിട്ട് അറിയാം. ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇതാണ്ട് ഇവിടെ ഒരു അവിടെ ഒരു റെഡ് ബ്ലിങ്കിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. അതിലെ തന്നെ നമുക്ക് യെല്ലോ ആക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അത് പേര് അറൗണ്ട് 4000 ആ റേഞ്ച് വരും. റേഞ്ച് വരുന്നുണ്ട് അല്ലേ? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് അവിടെ തന്നെ യെല്ലോ ആക്കാം. യെല്ലോ ഫ്ലിക്കറിങ് ആക്കാം. അത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് യെല്ലോ ആക്കാം, അത് ഫ്ലിക്കറിങ് ആക്കാം. അങ്ങനെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. എനിക്കൊന്ന് ഫിലിമും ചെയ്തിട്ടുണ്ടല്ലോ, ഡാർക്ക് ടിൻഡാ ചെയ്തേക്കുന്നത്. ഡാർക്ക് ടിൻഡാ അതെന്തോ കോസ്റ്റ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് അത്യാവശ്യം ഡാർക്കാ ചെയ്തത്. അത് എനിക്ക് നമ്മൾ ഈ ഇതിനകത്ത് ചെയ്തേക്കുന്ന ടിൻഡ് ഓവറോൾ ഫുള്ള് മൊത്തത്തിൽ ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 6000 ആ റേഞ്ച് വരും. 6000 ആവത്തില്ല, 5000 ചില്ലുവാനും ആ റേഞ്ച്. ഇതിന് ഫുൾ ഡാർക്കാ ചെയ്തത്. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. അത് സംഭവം നമുക്കൊരു പ്രൈവസിയും കൂടെ വേണ്ടതുണ്ട്. നമ്മള് കൊച്ചുണ്ട്, അപ്പൊ അവൻ ഇപ്പോഴും അപ്പം അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. കാറാണ് അത്യാവശ്യം കണ്ടത്. 2 വീലർ അവിടെ ഇരിക്കുന്നത് കാണാം. അതിന്റെ ബൈക്കാ. ഇതിപ്പം കടയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചേക്കുക. ഇത് നമ്മളൊരു 1.5 വർഷം മുന്നേ ഫുള്ള് മോഡി ചെയ്ത് കൊടുത്ത വണ്ടിയാണ്. ഇപ്പൊ വേറൊരു റോക്സ് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പറഞ്ഞില്ലെങ്കിലും ഞാൻ ജസ്റ്റ് വണ്ടി കാണിച്ചു തരാം. ഇത് ഓൺ വർക്കിംഗ് സ്റ്റേജ് ആണ്. വർക്ക് കഴിഞ്ഞിട്ടില്ല. നാളെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ കസ്റ്റമർ ഒരു ആർമി തീമാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഒരു സെയിം ഒരു ഇത് കണ്ടോ, ഒരു പ്രോപ്പർ ഒരു ആർമി തീം ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് ഈ വണ്ടി MX1 ഏറ്റവും ബേസ് വേരിയന്റ്. അപ്പം ഇതിനകത്ത് നമ്മൾ MX5 വരുന്ന 18 ഇഞ്ച് വീൽ എടുത്തിട്ട് അതിനകത്ത് ഒരു റെഡ് ബ്ലാക്ക് ആ രീതിയിൽ ചെയ്തെടുത്തതാണ്. ഞാൻ വെച്ചേക്കുന്ന കാരിയർ തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇന്റീരിയർ ഫുള്ള് കസ്റ്റം ചെയ്തേക്കുക. അതെല്ലാം നമ്മൾ മാറ്റി. അത് കൊള്ളാം. ആംബിയൻ ലൈറ്റ് ആഡ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ കത്തിച്ച് കാണിച്ചു തരാം. ആംബിയൻ ലൈറ്റ് തന്നെ ഇവിടെ പോയത് കാണാം. ആംബിയൻ ലൈറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ
സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ട്. കവർ അല്ല, കസ്റ്റം സീറ്റ് ആയിട്ട് തന്നെ. ഓ, സീറ്റായിട്ട് തന്നെ ചെയ്തതാണ് അല്ലേ? നമ്മൾ ഈ അണ്ടർ തൈ സപ്പോർട്ട് ഒക്കെ തൈ സപ്പോർട്ട് കുറച്ച് കൂട്ടി സൈഡും എല്ലാം. ഇതിപ്പോ ഇതാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള ഒരു വർക്ക്. ഇതിപ്പോ ഫുൾ ചെയ്തേക്കോ. MX1 സ്റ്റീരിയോ വരത്തില്ല, നമ്മൾ സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്, 360 ക്യാമറ കൊടുത്തിട്ടുണ്ട്, സ്പീക്കേഴ്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് വൈറ്റ് ആ വരുന്നത്, അത് നമ്മൾ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇന്റീരിയർ ഫുൾ ഒരു ടാൻ ആൻഡ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത് കൊള്ളാലോ. ഇതാണ് ആംബിയൻ ലൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളർ മാറ്റാം. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇവിടെ എല്ലാം വരും. ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഇതേപോലെ ചെയ്യുന്നത് എങ്ങനെ താറിൽ ചെയ്യണം? നമുക്ക് 1.5 വർഷം വാറന്റി ഉള്ള യൂണിറ്റാണ് വരുന്നത്. അറൌണ്ട് 24,000 വരും. പക്ഷെ ഇത് കൊള്ളാം, നല്ല പ്രീമിയം ആണ്. ഇത് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സും എപ്പോഴും റോക്സിന്റെ ഐറ്റംസ് ഇതേപോലെ എല്ലായിടത്തും പോയാലേ ഓർഡർ ത്രൂ ആയിരിക്കും. നമുക്ക് ഒരുവിധം എല്ലാ സാധനവും ഓൾറെഡി സ്റ്റോക്കാണ്. കാരണം റോക്സ് ഇവിടെ അത്യാവശ്യം നമ്മൾ നല്ല ഹെവി ആയിട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇതാണ് ഇവിടെയും ഇതും ഫംഗ്ഷനിങ് ആണല്ലോ. അതെല്ലാം ഫംഗ്ഷനിങ് ആണ്. അതെല്ലാം അത് വെട്ടം നല്ലൊരുള്ളതുകൊണ്ട് ഇതിപ്പോ നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് ഇത് കണ്ടോ, അത് പാട്ടിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളിപ്പോ മിണ്ടാതിരുന്നാൽ അതങ്ങ് പോകും. ഓക്കെ ഓക്കെ. സംസാരിക്കുന്ന അനുസരിച്ച് പോകാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതെല്ലാം നല്ല പ്രീമിയം രീതിയിൽ. ഈ ഒരു സീറ്റ് കവർ ഇതേപോലെ ചെയ്യുന്ന ഇതേപോലെ നമുക്ക് റോക്സിന് ഇതേപോലെ കസ്റ്റം സീറ്റിംഗ് വരുമ്പോൾ ഇത് ഫുൾ പാക്കേജാ. സീറ്റ്, ഈ പെയിന്റിംഗ് ഇതെല്ലാം വൈറ്റ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ പെയിന്റ് ചെയ്തേക്കുക. ഇത് വൈറ്റ് ആയിരുന്നു, റൂഫ് വൈറ്റ് ആയിരുന്നു. ഇതെല്ലാം ഫുൾ പാക്കേജ് വരുമ്പോഴത്തേക്ക് അറൌണ്ട് 68 രൂപ വരും. ഫുൾ പാക്കേജ് ആയിട്ട് നമുക്ക് വേണം. അതിനൊരു 3 വർഷം വാറന്റി ഉണ്ട്. 3 വർഷം വാറന്റി വെച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് വർക്ക് താറാണ് ഇവിടെ കൂടുതൽ. അവിടെ നിന്നുണ്ടായിരുന്നു. അത് നമ്മുടെ കൊട്ടാരക്കര വാർത്തകൾ. ആ പുള്ളിയുടെ വണ്ടിയാണ്. പുള്ളി അത് തിരുപ്പുണ്ട്. പുള്ളിയുടെ ഒരു ഫെൻഡറിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട്. ഷോറൂമിൽ ഒരുപാട് റേറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇവിടെ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പം ഒരുപാട് താങ്ക്സ്, സമയം മാറ്റി വെച്ച് നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് തന്നതിന്. അപ്പൊ നമ്മൾ റേറ്റും പറഞ്ഞിട്ടുണ്ട്. റേറ്റ് പറഞ്ഞില്ല പിന്നെ ആൾക്കാർ അതൊരു നെഗറ്റീവ്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും റേറ്റ് എന്താ സംഭവം. നമ്മൾ ഈ ചെയ്യുന്നത് കസ്റ്റം വർക്ക്സാ. നമുക്ക് എല്ലാത്തിനും ഫിക്സ്ഡ് റേറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോ തന്നെ കണ്ടോ, ഈ വണ്ടിക്കകത്ത് നമ്മൾ ബമ്പർ ഇവിടെ ബ്ലാക്ക് അടിച്ചു, ഇവിടെ വൈറ്റ് അടിച്ചു, മനസ്സിലായില്ലേ? അപ്പം അത് ഡിപ്പെൻസ് ആണ്. നമ്മളത് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് അതിന്റെ വർക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കാര്യങ്ങൾ എടുത്ത് പറയാത്തത്. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സ് വീട്ടിൽ ഭാര്യമാരത്തൊക്കെ പറയുന്നത് ഇത് വെറും 50,000 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വലിയ കാര്യത്തിൽ ഇത്രയും അവരെ വീട്ടിൽ അടിയാവും. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ താർനാഥ് ചെയ്തേക്കുന്നത്. ഇതിപ്പം എന്റെ വീട്ടിലൊരു പ്രശ്നമായി. ഞാൻ സത്യത്തിൽ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം കൂടെ 2-2.5 രൂപ ആയിട്ടുണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ശരിക്കും നോക്കിയാൽ ഒരു റിയൽ ഡ്രൈവ് ഒരു താറെടുക്കാം. ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു താറൂടെ നമുക്ക് എടുക്കാം. അത്രയും വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യൂണിക്കാണ്. അതെ. ഇതിപ്പോ ഈ വണ്ടി എവിടെ കൊണ്ടിട്ടാലും ഇപ്പൊ ബ്രോ തന്നെ ഈ വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടിട്ടില്ലേ? അതെ അതെ. ഞങ്ങളോട് നിന്നപ്പോ തന്നെ ഒരു ബസ് പോകുന്നു, എല്ലാരും ഇതിനകത്താണ് നോട്ടെ. അതൊരു പ്രത്യേക ഫീലാണ് നമുക്ക്. അതെ അതെ. നമ്മുടെ വണ്ടി എവിടെ ചെന്നാലും ഇനിയിപ്പം ഇതൊക്കെ ലീഗലാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെ അതെ അതെ. അതൊക്കെയാണ് ഒരു സമാധാനം. ഇനി വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. വലിയ പിടുത്തമൊന്നും കാണത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാലും പറയാൻ. പിന്നെ വേറൊരു കാര്യം നമ്മളിവിടെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും ചെയ്യരുതെന്ന് നമ്മളും കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇപ്പം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മളായാലും ലൈറ്റ്സ് ലോഡ് ചെയ്താലും നമ്മളത് പറയും, ചേട്ടാ അതൊരു ഡേ ടൈമിലൊന്നും മാക്സിമം ഉപയോഗിക്കില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്താണെങ്കിലും വേറെ സൗണ്ടോ ബഹളോ ഒന്നുമില്ല. കുറച്ച് നീറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആർക്കും ശല്യമുള്ള രീതിയിൽ ഒന്നുമില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേരെ. ലൊക്കേഷൻ വരുമ്പോൾ നമ്മൾ കല്ലിന്താഴമാണ്. കല്ലിന്താഴം റെനോൾട്ട്, അതാണ് റെനോൾട്ട് ഷോറൂം. റെനോൾട്ട് ഷോറൂമിന്റെ തൊട്ട് ഇത് നമ്മുടെ ഷോപ്പാണ്. ആ കാണുന്ന ഗിയറോണും നമ്മുടെ ഓൺ ഗിയറോൺ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ബൈക്കിന്റെയും കാർ ആക്സറി വർക്ക് എല്ലാം അവിടെയും, ഡെലിവറിയും കോട്ടിംഗ് PPF വർക്ക് എല്ലാം ഇവിടെയാണ്. അപ്പം കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിനകത്ത് സ്റ്റിക്കർ വർക്ക് മാത്രം മതിയായിരിക്കും, ലൈറ്റ് മാത്രം മതിയായിരിക്കും. അതിനാണ് റേറ്റ് കൂടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വിളിച്ച് സംസാരിച്ചാൽ മതി. കുറെ ബ്രാൻഡൊക്കെ കാണുമായിരിക്കുമല്ലോ ഇതിന്റെ. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം വിത്ത് വാറന്റി വർക്ക്സ് ആണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഏറ്റവും വില കുറഞ്ഞ കട ഇതാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ നമ്മൾ ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി കീപ്പ് ചെയ്ത് ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി പ്രൊഡക്ട്സ് മാത്രമേ നമ്മളിവിടെ ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മളെ പെയിന്റിംഗ് ആണെങ്കിലും സ്റ്റാർട്ടിംഗ് 3 year വാറന്റിയാണ്. നമുക്ക് വാറന്റി പെയിന്റിംഗ് മാത്രമേ ഉള്ളൂ. ലോക്കൽ പെയിന്റിംഗ് ഒന്നും അങ്ങനെയുള്ള പരിപാടി ഇല്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്തൊരു ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.